ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ആഘോഷ കാഴ്ചകൾ തുടരുകയാണ് ഫോർട്ട് കൊച്ചി. അങ്ങനെ ആഘോഷ തിരതല്ലലാണ് കൊച്ചിയും കോവളവും കോഴിക്കോടും കണ്ണൂരും പത്തനംതിട്ടയും ഇടുക്കിയും തൃശ്ശൂരും പാലക്കാടും കൊല്ലവും അങ്ങനെ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും വയനാടുമെല്ലാം. വയനാട്ടിലെ വലിയ സങ്കടങ്ങൾ നമുക്കറിയാം. ആ സങ്കടങ്ങളെയൊക്കെ മറികടന്ന് അവർ അതിജീവിച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷകളിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കട്ടെ. 2025 അവരുടെ സങ്കടങ്ങൾക്ക് പൂർണ്ണമായ ഒരു പരിഹാരം കണ്ടെത്തുന്ന വർഷം കൂടിയാക്കി മാറ്റാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയട്ടെ എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. എന്തായാലും വലിയ തോതിൽ ആഘോഷത്തിൻ്റെ ഏറ്റവും ഉന്മാദമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത്. അത് കുടുംബസമേതം കൂട്ടുകാർക്കൊപ്പം ഒക്കെ പ്രത്യേക ഇടങ്ങളിലേക്ക്, കൊച്ചിയിലേക്കായാലും കോവളത്തേക്കായാലും ഒക്കെ നേരത്തെ ബുക്ക് ചെയ്ത് കൊച്ചിയിൽ തന്നെ ആഘോഷിക്കണമെന്ന് പ്ലാൻ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ആഘോഷത്തിന് മാറ്റുകൂട്ടുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരും ആഘോഷിക്കുന്നവരും ശ്രദ്ധിക്കാൻ. സമയം 12:22 ഈ ആഘോഷ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ എടാപിടിയുന്ന എല്ലാവരും ബൈക്ക് എടുക്കാനും കാർ എടുക്കാനും പോകും. കുറച്ച് ക്ഷമ കൂടി കാണിക്കുക. സാവകാശം വീട്ടിലെത്തിയാൽ മതി. അതിനൊരു ധൃതി കൂട്ടി പോലീസുകാർക്ക് കൂടുതൽ പണി ഉണ്ടാക്കരുത്. അവർ ഇപ്പോൾ തന്നെ വലിയ തിരക്കുകളൊക്കെ നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം, അമിത വേഗം ദയവായി ഒഴിവാക്കുക. നമ്മൾ ഈ ആഘോഷ കാഴ്ചകളാണ് നമുക്ക് നാളെയും തുടരേണ്ടത്, ഈ സന്തോഷമാണ് തുടരേണ്ടത്. അപ്പോൾ പരമാവധി ശ്രദ്ധയോടുകൂടി ധൃതി പിടിക്കാതെ, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി, കോവളം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർ വലിയ തിരക്ക് അവിടെ ഉണ്ട്. വാഹനങ്ങൾ എടുത്തു പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലേറെ സമയമെടുത്തേക്കും. ക്ഷമയോടെ കാത്തിരിക്കുക. സാവധാനം പോലീസ് പറയുന്ന നിർദ്ദേശമൊക്കെ പാലിച്ചുകൊണ്ട് മാത്രം ദയവായി വാഹനങ്ങളുമായി റോട്ടിലേക്ക് ഇറങ്ങുക. സുഖകരമായി സുരക്ഷിതമായി എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയെത്തുകൂടി ചെയ്യുമ്പോഴേ നമ്മുടെ ഈ ആഘോഷങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണത വരൂ. അതുകൊണ്ട് ദയവായി അതുകൂടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മളെ ആഘോഷത്തിലുള്ളവർ നമ്മളെ കേൾക്കുന്നുണ്ടാകില്ല എങ്കിലും നമ്മൾ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് തീർച്ചയായും പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ധൃതി പിടിച്ച് പെട്ടെന്ന് ഇനി വീട്ടിലെത്തി കളയാം, വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് കിടന്ന് കളയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാമെന്നൊന്നും പറഞ്ഞ് ധൃതി പിടിച്ച് ദയവായി വീട്ടിലേക്ക് പോകാതിരിക്കുക. സാവധാനം മാത്രം യാത്ര ചെയ്യുക. ഫോർട്ട് കൊച്ചിയിലെ ജനങ്ങളൊക്കെ മെല്ലെ നൃത്തച്ചുവടുകളൊക്കെ അവസാനിപ്പിച്ചൊരു മട്ട് കാണുന്നുണ്ട്. 2025 വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. 12 മണി വരെ നിർത്താതെ നൃത്തം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മനുഷ്യരൊക്കെയും. നമ്മളീ പറഞ്ഞപ്പോഴേക്കും സ്ട്രേഞ്ച് എഡിറ്റ്സ് പറയുന്നു, ഉപദേശം എന്ന് പറഞ്ഞാൽ ലവ് ചിഹ്നം ഇടുന്നുണ്ട്. ഉപദേശം കളിയാക്കിയതല്ലാന്ന് വിചാരിക്കുന്നു. സ്ട്രേഞ്ച് എഡിറ്റ്സ് ആരായാലും നമ്മൾ ഇത് പറയണ്ടേ അല്ലേ? നമ്മുടെയൊക്കെ കൂട്ടുകാരൊക്കെ കണ്ടാണ് കൊച്ചിയിലൊക്കെ ശ്വാസം മുട്ടാതെയൊക്കെ ആളുകൾ കൊഴിഞ്ഞു വീഴുന്നു, അപകടങ്ങളൊക്കെ കണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. നല്ല സെൻസിൽ തന്നെ എല്ലാവരും എടുക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സന്തോഷം. ഇത് കേൾക്കുന്നവർക്കും ഒക്കെ ഒരുപാട്. ഇപ്പോൾ സമയം 12:24 നമ്മളങ്ങനെ 2025 നമ്മൾ 24 മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 25 മിനിറ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ 2025 ആദ്യ 25 മിനിറ്റ് പൂർത്തിയാകുന്നു. ജീവിതത്തിൽ നല്ല കളിയാക്കിയതല്ല ഫ്രം ഫോർട്ട് കൊച്ചി എന്ന് ഇല്ല, കളിയാക്കി ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. സ്ട്രേഞ്ച് ശരി പേര് കൂടി കമൻറ്റിൽ ഇട്ടാൽ ഞാനത് വായിക്കാം. വളരെ സന്തോഷം. നമ്മളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് അറിയുന്നത് തന്നെ വലിയ കാര്യമാണ്. വളരെ സന്തോഷം. അത് ബെറ്റായിരിക്കും, ബെറ്റ്. തോറ്റ ആളാണോ ചാടി ജയിച്ച പോലെ കാണിക്കുന്നത്? അങ്ങനെ കുറെ മനുഷ്യരോട് പുഷ്പെടുക്കുന്നുണ്ട്. ക്രൗഡ് മെല്ലെ പിരിയുന്നുണ്ട്. അവരൊക്കെ ഇത്രയും മണിക്കൂറുകളായി അവരിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മെല്ലെ മെല്ലെ പലരും ഇങ്ങനെ പിരിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും നോക്കുക, അവിടെ ഫോർട്ട് കൊച്ചിയിൽ വലിയ ജനസാഗരം തന്നെയാണ്. 2025 എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം പേരിട്ടിട്ടുണ്ട്. അയാൻ സബാദിയ എന്നാണ് ഒറിജിനൽ പേര് തന്നെ അല്ലേ? അയാൻ
അയാൻ സെബാദിയ അയാനും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ടു അയാൻ. ഫോർട്ട് കൊച്ചിയിലുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, ഒന്ന് വിളിച്ചൊക്കെ എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്ക്, ധൃതി പിടിച്ച് വീട്ടിലേക്കൊന്നും വരണ്ട, പതുക്കെ പതുക്കെ പോയാൽ മതി. ആളുകളൊക്കെ പിരിഞ്ഞു തുടങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സാവകാശം എല്ലാവരും സുരക്ഷിതരായി വീട്ടിലേക്ക് എത്തൂ. 2025-നെ സുരക്ഷിതമായ ഒരു വർഷമാക്കി മാറ്റുക, സമാധാനപൂർണമായ ഒരു വർഷമാക്കി മാറ്റുക, സന്തോഷപൂർണമായ ഒരു വർഷമാക്കി മാറ്റുക. അതെ, ആരോടും പിണങ്ങാത്ത ഒരു വർഷമാക്കി മാറ്റുക. പിണക്കൊക്കെ ഉണ്ടാവും നമ്മൾ ഈ പറഞ്ഞാലും, എങ്കിലും പിണങ്ങിയാലും അത് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാതെ പറഞ്ഞ് പരിഹരിച്ച് അല്ലേ, നമ്മൾ ഈ മിണ്ടാതെ വരുമ്പോഴാണ് നമ്മുടെ പിണക്കങ്ങളൊക്കെ അങ്ങ് തീവ്രമായി പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒരു സ്റ്റെപ്പ് നല്ല മനുഷ്യരാവാൻ നല്ല മനുഷ്യരാകാൻ ശ്രമിക്കുക.